ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഡോറി മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പല ഡ്രസ്സിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇതുപോലെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് കെട്ടുന്ന രൂപത്തിൽ ചെയ്തെടുക്കുന്ന ഈ ഒരു ഡോറി മേക്കിംഗ് ഉണ്ടല്ലോ. ഫാബ്രിക്കിനെ കയർ പോലെ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. തിന്നായിട്ടും തിക്കായിട്ടൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതിന് ഇനി വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഡോറി എന്നാണ് കേട്ടോ പൊതുവേ പറയാറ്. അപ്പോൾ നമ്മൾ ഡ്രസ്സിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ പല സൈഡിലും ഇത് നമ്മൾ കാണാറുണ്ടല്ലേ, ഇതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിലും സ്ലീവ്സിൽ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കുർത്തിയുടെ സൈഡിൽ നമുക്ക് ഷേപ്പ് ചെയ്യാനും ഫ്രണ്ടിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ബാക്കിലാണെങ്കിലും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് ടൈ ചെയ്യുന്ന രൂപത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ടിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ടൈ ചെയ്യുന്ന രൂപത്തിലൊക്കെ വരുന്നുണ്ട് അല്ലേ. ഇതിപ്പോൾ നമുക്ക് കുർത്തിയിലും ഫ്രോക്കിലും ബ്ലൗസിലും എല്ലാം നമുക്ക് പല രൂപത്തിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ തിന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഡോറി മേക്കിങ് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂള് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാനൊരു ടൂള് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതാണ് കേട്ടോ ആ ടൂള് വന്നിട്ടുള്ളത്. ലൂപ്പ് ടേണർ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത്. കാണാൻ സിമ്പിളാണെങ്കിലും അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഓൺലൈനായിട്ട് വാങ്ങിച്ചാണ്. ടൈലേഴ്സ് മാർട്ട് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിയിട്ടുള്ളത്. 45 രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനിത് കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓൺലൈനിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് 140 രൂപ 101 രൂപ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത്. ഇതിന്മേൽ കൊടുത്തിട്ടുള്ളത് ഹുക്ക്ഡ് നീഡിൽ എന്നാണ് കേട്ടോ. ഇനി അങ്ങനെയും സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കിത് കിട്ടും. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ തിന്നായിട്ടുള്ളൊരു നീഡിലാണ് കേട്ടോ. ഈ നീഡിലിൻ്റെ ഈ ഒരു എഡ്ജിലായിട്ട് ഇതുപോലൊരു ഹുക്ക് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇതിന് ഹുക്ക്ഡ് നീഡിൽ എന്ന് പേര് വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതുപോലെ തിന്നായിട്ടുള്ളൊരു നീഡിലാണ് കേട്ടോ. കാണാൻ സിമ്പിളാണെങ്കിലും ഇതുകൊണ്ടുള്ള ഉപകാരം നമുക്ക് വളരെ വലുതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെയാണോ ഡോറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കി എടുക്കൂല ഫാബ്രിക്കിനെ, പിന്നെ നമ്മൾ പിന്ന് വെച്ചിട്ടോ അങ്ങനെ എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ചെയ്തെടുക്കുക. അതിന് പകരം ഈ നീഡിൽ അതിൻ്റെ ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്തില്ലേ നമ്മൾ, അതിൻ്റെ ആ ഒരു ഭാഗത്തു കൂടെ ഇതുപോലെ എടുത്തിട്ട് ആ ഒരു എഡ്ജിലായിട്ട് ഈ നീഡിൽ വെച്ചിട്ടൊന്ന് ആ ഒരു ഭാഗം ചെറുതായിട്ട് ഫാബ്രിക് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചൊന്ന് കുടുക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം നീഡിലിൻ്റെ അവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്. ആ ഹുക്കിനെ നമുക്ക് ഒരു കൊളുത്തിട്ട് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ കൊളുത്ത് നമ്മൾ ഫാബ്രിക്കിൻ്റെ ഒരു എഡ്ജുമായിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് അത് വെച്ച് കൊടുത്താൽ മതി. കാര്യമായിട്ട് നമുക്കവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ ശേഷം ഫാബ്രിക്കിനെ നമുക്കിതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹുക്കിട്ട ഭാഗം നമ്മളിതുപോലെ വലിച്ചിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എത്ര വലിയ ഡോറി നമുക്കിതുപോലെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഹുക്കും നമുക്കിതുപോലെ പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കുറച്ചൊരു തിന്നായിട്ടുള്ളതാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് വളരെ തിന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം എഡ്ജിലൂടെ അതിൻ്റെ സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ നീഡിൽ വളരെ തിന്നായത് കൊണ്ട് തന്നെ നമുക്ക് പിന്ന് യൂസ് ചെയ്യുന്നതിലും ഈസിയായി. പിന്നാകുമ്പോൾ പിന്നിൻ്റെ വീതി അവിടെ വേണം. പക്ഷേ ഈ ഒരു നീഡിൽ വളരെ തിന്നായത് കൊണ്ട് തന്നെ നമുക്ക് എത്രയും തിന്നായത് പോലും ഈ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എത്രയാണോ നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് ഉള്ളത് അത് മുഴുവനും ഇതിലേക്ക് ഈ ഒരു നീഡിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ എഡ്ജ് ഭാഗം കുറച്ച് ഫാബ്രിക്കുമായിട്ട് ഒന്ന് ഹുക്കിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ നമുക്ക് വലിച്ചെടുക്കുമ്പോൾ ആ ഒരു ഡോറി മേക്കിങ് നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ തിന്നായത് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ കുറച്ചൊരു ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ലൂസ് ഉള്ളിൽ അത്രയും തിന്നാണല്ലോ. അപ്പം നമ്മുടെ ആ ബാലൻസ് വന്നിട്ടുള്ള ഫാബ്രിക്കും ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള തന്നെ തിന്നായതും എന്നാൽ അത്യാവശ്യം നല്ല തിക്കായിട്ടും നമുക്ക് ഈ ഒരു ഡോറി ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ നോർമൽ ഡോറി മേക്കിങ് ചെയ്യുന്നതിലും എത്രയോ എളുപ്പമാണ് കേട്ടോ ഈ ഒരു ലൂപ്പ് ടേണർ വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും തിന്നായിട്ടാണ് കേട്ടോ ഞാനിത് മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നോർമൽ നമ്മൾ ചെയ്യുന്നതിലും എത്രയോ ഈസി ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. ഇതിലും തിന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും തിന്നായിട്ടുള്ളതും അതുപോലെ തന്നെ തിക്കായിട്ടുള്ളതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.
ബൈ.